നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ അലീനയുടെ മുറിയിൽ കൃഷ്ണമോള് അലീനയുടെ ഡ്രസ്സൊക്കെ കട്ട് ചെയ്ത് നോക്കി നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഒരു ചുരിദാർ പോലും ഇല്ല കട്ട് ചെയ്യാത്ത, എല്ലാ ചുരിദാറും കട്ട് ചെയ്തിട്ടേക്കുവാണ്. എന്നാലും ഇത് ആരായിരിക്കും ഇങ്ങനത്തെ ഒരു പണി കാണിച്ചിട്ടുണ്ടായിരിക്കുക? പിന്നീട് നേരെ കൃഷ്ണമോള് അലീനയുടെ അടുത്തേക്കുന്നു. അലീനയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അലീന ചേച്ചി ഇത് മനഃപൂർവ്വം ആരോ കട്ട് ചെയ്താന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, എനിക്കും അത് തോന്നുന്നുണ്ടെന്ന് പറയണ. അല്ല ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, രോഹിത്തേട്ടൻ ബബിതേച്ചല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ബബിതേച്ചോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് നേരെ അകത്തേക്ക് പോവാ. അപ്പോഴേക്കും അലീന പറഞ്ഞു, വേണ്ട മോളെ, ഇനിയിപ്പോൾ അത് ചോദിച്ചു പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഏയ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എന്താണെങ്കിലും രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ബബിതയുടെ അടുത്തേക്ക് വന്നു. ആ സമയത്ത് ബബിത ഫോണിനകത്തായിരുന്നു. കൃഷ്ണയെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താടിന്ന് ചോദിച്ചു. അതെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാണ്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യങ്ങൾ? അലീന ചേച്ചിയുടെ മുറിയിലിരിക്കുന്ന ചുരിദാറൊക്കെ ആരാ കട്ട് ചെയ്തേന്ന് ചോദിച്ചു. കട്ട് ചെയ്തോ? എനിക്കെങ്ങനെ അറിയാം? ദേ ബബിതേച്ചി വെറുതെ കള്ളത്തരം പറയരുത്. ഈ വീട്ടിലുള്ളവരറിയാതെ എന്താണല്ലോ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ഓ അന്ന ഒരു കാര്യം ചെയ്യുക, നീ കൊണ്ട കേസ് കൊടുക്കുക ഈ വീട്ടിലുള്ളവരുടെ പേരില്. ഇത് ചേച്ചി വെറുതെ മുട്ടായിക്ക് വർത്താനം പറയാനല്ല പറഞ്ഞത്. സത്യം പറ, ചേച്ചി എങ്ങനെയാണോ ചെയ്തേ? ഒന്നെങ്കിൽ ചേച്ചി അല്ലെ രോഹിത്തേട്ടന്, വേറെ ആരും ഇത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് അതല്ലേ ജോലി. ഒടുവിൽ കൃഷ്ണമോള് പറഞ്ഞു, വെറുതെ കള്ളത്തരം പറയണ്ട, ചേച്ചി ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കാം, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. ആണെങ്കിൽ എന്താന്ന് വെച്ചാൽ നീ പോയി ചെയ്യുക. അതെ അവളുടെ ഡ്രസ്സ് ഇനിയും ചിലപ്പോൾ കട്ട് ചെയ്തെന്ന് വരും. ഇത്ര മാത്രമല്ല, എല്ലാ ഡ്രസ്സും കട്ട് ചെയ്യും. നാളെ നേരം വെളുക്കുമ്പോൾ ചിലപ്പോൾ അവളുടെ തല മുടി പോലും കാണത്തില്ല, മുടി വരെ ഞാൻ കട്ട് ചെയ്ത് കളയും. നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ കൃഷ്ണയ്ക്ക് ദേഷ്യം വന്നു. കൃഷ്ണ പറഞ്ഞു, അച്ഛനും ഇങ്ങോട്ടേക്ക് വരട്ടെ, ഇന്ന് ചേച്ചിക്ക് കിട്ടുമെന്ന് പറയണം. പിന്നെ ഞാനാ ചെയ്തെന്നുള്ളതിന് എന്താ തെളിവിരിക്കുന്നത്? ഒന്ന് പോടി അവിടുന്ന്, അവള് വലിയ കണ്ടുപിടുത്തമായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ബബിത അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും അലീന കൃഷ്ണമോളക്കുള്ള ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, മോളത്ത് കുടിക്കാൻ പറയണ. എന്നാലും ചേച്ചി സാരമില്ല, ഇനിയെല്ലാം പുതിയത് മേടിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമമെന്ന് പറഞ്ഞു. അല്ല അച്ഛനും കൂടെ വരട്ടെ, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, വേണ്ട ഞാൻ വേറെ വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്താണെങ്കിലും ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ എന്നൊക്കെ പറയണം. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ വന്നു. ബാലേന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ്റെ ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അലീന. അപ്പോഴേക്കും കൃഷ്ണമോൾ അങ്ങോട്ട് വന്നു. കൃഷ്ണമോൾ വന്നിട്ട് അലീനയോട് ഒന്ന് രണ്ട് ചുരിദാറും കൂടി എടുത്തോണ്ട് വരികയാണ്. അച്ഛനിത് കണ്ടോന്ന് ചോദിച്ചു. ഇതെന്താടി? അച്ഛനത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കി. അപ്പം എല്ലാത്തിനും ഓട്ടയാണ്, എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതെന്താ? അലീന ചേച്ചിയുടെ ചുരിദാറാ. ചുരിദാറോ? ഇതാരടി ഇത് ഇങ്ങനെ കാണിച്ചു വെച്ചേ? അതാ അറിയത്തില്ലാത്തേ. അലീന ചേച്ചി ഇവിടെ ഇല്ലായിരുന്നല്ലോ. അലീന ചേച്ചി ഇന്ന് വന്ന് ഡ്രസ്സ് മാറ്റാൻ നോക്കിക്കഴിഞ്ഞപ്പം ചുരിദാറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതാരെ പോലും? എന്താണ് എലി കട്ട് ചെയ്തല്ലെന്ന് മനസ്സിലായി. എലിയൊന്നും കട്ട് ചെയ്തല്ല അച്ഛാ, ബാഗിനകത്തിരുന്ന സാധനം അത്. ഇവിടെ പുറത്തൊന്നൊരു കള്ളൻ എന്താളും വന്ന് ഇങ്ങനെ കട്ട് ചെയ്യത്തില്ലല്ലോ, വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യുക, ആ ബബിതയുണ്ട് ഇവിടെ, അവളെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ബബിതയെ വിളിച്ചു. പിന്നീട് രോഹിത്തിനെ കൂടെ വിളിപ്പിക്കണം. രോഹിത്തും വന്നു. അവരോട് രണ്ടുപേരോടും ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ആണോ ഈ പരിപാടി ചെയ്തതെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം ബബിത രോഹിത്തും ഒന്നും മിണ്ടിയില്ല, പരസ്പരവും നോക്കിയതുള്ളൂ. നിങ്ങളോടാ ചോദിച്ചേ, സത്യം പറഞ്ഞോണം, ഇതാരാ ഈ പണി ചെയ്തു വെച്ചേന്ന്? സത്യം പറഞ്ഞില്ലേ കണ്ടുപിടിക്കാനൊക്കെ എനിക്കറിയാം, കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ശിക്ഷ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ ബബിത പറഞ്ഞു, ഞാനാ ചെയ്തേന്ന് പറഞ്ഞു. നീയോ? നീ എന്തിനാടി ഇത് ചെയ്തേ? അതെ എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ട്. ഇഷ്ടമില്ലാത്തോണ്ടോ? എന്ത് ഇഷ്ടമില്ലാത്തോണ്ട്? ചുരിദാർ ഇഷ്ടമില്ലാത്തോണ്ടാണോ? അല്ല എനിക്ക് അവളെ ഇഷ്ടമില്ല, അലീനെ ഇഷ്ടമില്ലാത്തോണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ഒട്ടും സഹിച്ചില്ല. ബാലേന്ദ്രൻ പൊട്ടിത്തെറിക്കുകയാണ്. എടി നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയിട്ടല്ല അവൾ ഇവിടെ നിൽക്കുന്ന, അവൾ എൻ്റെ മകളാണ്. നീ ആരോട് ചോദിച്ചിട്ടാ ചുരിദാർ കട്ട് ചെയ്തതെന്ന് ചോദിച്ചു. ആരോടും ചോദിച്ചിട്ടില്ല. ഒറ്റ ഒരെണ്ണം കിട്ടുക എന്നാണ്ടല്ലോ നിന്റെ ചെവിക്കല്ല് പൊട്ടിച്ച് ഇവിടെ താഴെ കിടക്കും, പറഞ്ഞേക്കാം. അഹങ്കാരം എങ്ങനെയുണ്ടോ തലയ്ക്ക് പിടിച്ചിരിക്കുന്നേ? ഇതേ കൈതയ്ക്കൽ മാളിക വീടല്ല, നിന്റെ അമ്മയുടെ വീടല്ല, അറിയാലോ. ഇത് നെടുമുടിക്കൽ ബാലേന്ദ്രന്റെ വീടാ. ഇവിടെ എന്ത് വേണം എന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. ഇമ്മാതിരി തോന്നിയാസ പരിപാടിയായിട്ട് ഇവിടെ നിൽക്കാന്ന് വിചാരിക്കണ്ട. ഇങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ നിമിഷം ഇറങ്ങിക്കോണം ഇവിടുന്ന്, എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോണം, എനിക്ക് നിന്നെ കാണണ്ടാന്ന് പറഞ്ഞു. അത് കേട്ട് ബബിതയൊന്നും മിണ്ടില്ല. നിന്നോടല്ലേടി പറഞ്ഞേ ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞേ, എന്തിനാ നീ ഇവിടെ നിൽക്കുന്നേ? നിന്റെ തോന്നിയാസം നടക്കാനൊന്നും ഈ വീട്ടിൽ പറ്റില്ല. എന്നെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവർ മാത്രം ഈ വീട്ടിൽ നിന്നാൽ മതി, അല്ലാത്തവർക്കൊക്കെ ഇപ്പം ഈ നിമിഷം ഇറങ്ങാന്ന് പറഞ്ഞു.
രോഹിത് ഒന്നും മിണ്ടിയില്ല. രോഹിത് അങ്ങോട്ട് മിണ്ടാതെ കയറിപ്പോയി. ആ സമയം ഭവിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ഭവിതയോട് പറഞ്ഞു, സോറി പറയടി അലീനയോടെന്ന് പറഞ്ഞു. ഭവിതയൊന്നും മിണ്ടിയില്ല. നിന്നോടാ പറഞ്ഞ സോറി പറയാനായിട്ട്. ഒടുവിൽ ഭവിതയ്ക്ക് സോറി പറയേണ്ടതായിട്ട് വന്നു. ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീയല്ലേ ഇതുപോലെ കാണിച്ചു കൂട്ടിയത്, ഇന്നത്തെ ദിവസം നീ ഒന്നും കഴിക്കണ്ട, അവിടെ കിടക്കാൻ പറയണ. നിനക്കൊന്നും പൈസയുടെ വില അറിയത്തില്ല. ആ കൊച്ച് എത്രമാത്രം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വാങ്ങിച്ചാന്നറിയോ? നിനക്കൊന്നും ഡ്രസ്സിന്റെ വില അറിയത്തില്ല. അതിങ്ങനെയാ പറയുമ്പോൾ ഓരോന്നൊക്കെ വാങ്ങിച്ചു തരുന്നോണ്ടാ നിനക്ക് അതിന്റെ വില അറിയത്തില്ലാത്ത, പൈസയുടെ വില എന്താണെന്നും അറിയത്തില്ലാത്ത. എടി, അതില്ലാത്തവർക്ക് അതിന്റെ വിലയും ബുദ്ധിമുട്ടും ഒക്കെ അറിയത്തുള്ളൂ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ലാസ്റ്റാണ്. ഇനി ഇങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ വീടിന് പുറത്തായിരിക്കും. എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോണം. കണ്ടുപോയേക്കല്ലേ നിന്നെ ഇവിടെ എന്ന് പറഞ്ഞു. ഒടുവിൽ ഭവിത രൂക്ഷമായിട്ട് അലീനയെ നോക്കിയിട്ട് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് ബാലേന്ദ്രന് ഭയങ്കര വിഷമായി. ബാലേന്ദ്രൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഭവിത ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന്. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഭവിത താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അലീനയും കൃഷ്ണമോളും അവിടെ സംസാരിച്ചിരിക്കുമായിരുന്നു. ഭവിത അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, നീ ജയിച്ചെന്ന് വിചാരിക്കണ്ടേ, നീ ഒരിക്കലും ജയിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഇതേ ഭവിതേ, നീ വെറുതെ നെൽയുദ്ധം നടത്തേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ എന്തിനാ നീ ആരോടാ വാശി പിടിക്കണേ? നിന്റെ ചേച്ചിയാ ഞാൻ, ആ ഒരു ഓർമ്മ നിനക്ക് വേണമെന്ന് പറഞ്ഞു. പിന്നെ ചേച്ചിയാണ് പോലും. ഭവിതേ, നിനക്ക് എത്ര തവണ അച്ഛൻ വാണിങ്ങി തന്നു, എന്നിട്ട് നീ ഒരു തവണയെങ്കിലും കേട്ടോ? നിന്നോട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറഞ്ഞല്ലേ, എന്നാലും നീ കേൾക്കില്ല. എത്ര വട്ടം പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറത്തില്ല. അച്ഛൻ്റെ ശിക്ഷ എന്താന്ന് വെച്ചാൽ നീ മേടിച്ച് കെട്ടിക്കോ. അത് കേട്ടപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, അല്ലെങ്കിൽ ഭവിതേച്ചിക്ക് നാളെന്ന് പറഞ്ഞ് ഇത്ര സാധനമെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുവോ? ഭാവ അലിയണി ചേച്ചിയുടെ ഡ്രസ്സൊക്കെ കട്ട് ചെയ്ത് അലിയണി ചേച്ചിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയിട്ടാണോ ഭവിതേച്ചി ഇങ്ങനെ ചെയ്തേ? അതെ, അലിയണി ചേച്ചി ഈ വീട്ടിലെ അറിയാലോ, നമ്മുടെ അച്ഛൻ്റെ മോളെ അലിയണി ചേച്ചി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭവിത പറഞ്ഞു, നീ കൂടുതൽ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് പൊക്കി പിടിക്കുമൊന്നും വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അലിയനോട് പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റേ, അവിടെ നിൽക്കാൻ പറഞ്ഞു. ദേ, നിനക്കുള്ള വാണിംഗ് ഒക്കെ തന്നു കഴിഞ്ഞു. ഇനി നീ കൂടുതൽ ആളാവാൻ ശ്രമിച്ചാണ്ടല്ലോ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ ഭവിതേ. നീ കൂടുതൽ പേടിപ്പിക്കാനും വരണ്ട. മര്യാദയ്ക്കിരുന്ന മര്യാദയ്ക്ക്, അല്ലെങ്കിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന രൂക്ഷമായിട്ട് ഭവിതയെ നോക്കി. ഭവിതയൊന്നും മിണ്ടാതെ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ്. ഇത്തിരി കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് അലീന വന്നു. ആ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല നിനക്കിടാൻ വേറെ ഡ്രസ്സുണ്ടോ? അത്യാവശ്യം 2 ഉണ്ടെന്ന് പറയാ. സാരമില്ല, നാളെ പോയി വാങ്ങാന്ന് പറയാണ്. സാരമില്ല ചാ, ഞാൻ വാങ്ങിക്കോളാം. അതെന്താ, ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും പറ്റുമോയെന്ന് ചോദിച്ചു. ഇല്ല, അത് പിന്നെ എൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസയുണ്ട്. അതെ, ആ പൈസ നിന്റെ കയ്യിൽ ഇരുന്നോട്ടെ, അതിപ്പോൾ എടുത്ത് ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ വാങ്ങിച്ചു വന്നോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോളും കൂടെ അങ്ങോട്ട് കയറി വന്നു. കൃഷ്ണമോള് പറഞ്ഞു, അതെ ഞാനും അലീന ചേച്ചിയും കൂടെ പോയി വാങ്ങിച്ചോളാം അച്ചാന്ന് പറഞ്ഞു. വേണ്ട, നാളെ ആട്ടെ, നമുക്ക് വേണ്ട എന്നാ വെച്ചാൽ പോയി കടയിൽ നിന്ന് എടുക്കാം, ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെ ഉള്ളതല്ലേ. അപ്പം അതുകൊണ്ട് ബാലേന്ദ്രൻ്റെ ഒന്നും പ്രശ്നമുള്ള കാര്യമായിരുന്നില്ല. പക്ഷെ അലീനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്നുമല്ലേലും ഇനി എത്ര രൂപ കൊടുത്താലാ കുറച്ച് ജോഡി ഡ്രസ്സ് കിട്ടുന്നേ, എല്ലാം കട്ട് ചെയ്ത് വിട്ടില്ലേ. അപ്പം അതിൻ്റെ ഒരു സങ്കടവും വിഷമവും ഒക്കെ അലീനയ്ക്കുണ്ടായിരുന്നു. പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, വൈജയുടെ കയ്യിലെ കുഴപ്പമാണ്. അവള് നേരെ ചൊവ്വേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വളർത്തുമായിരുന്നെങ്കിൽ ഈ പറയുന്ന ഭവിതയൊന്നും ഇങ്ങനെ ആയി പോകത്തില്ലായിരുന്നു. അതിന് അവൾക്ക് എവിടുന്നാ സമയം? അവൾക്ക് ഭാഗ്യ ജോലി മക്കളുടെ കാര്യം വല്ലതും നോക്കാൻ സമയമുണ്ടോ? എൻ്റെ മക്കൾ നല്ലതെന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പാണ്ടേ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടി വെക്കുന്നത്, ഇതിന് എവിടെ അവസാനിക്കുമെന്ന് ആര് കണ്ടു എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പിറുപിറുക്കുവാണ്. അങ്ങനെ അന്ന് രാത്രിയായി കഴിഞ്ഞപ്പോൾ അലീനെ പോയി ബബിതയെ അത്താഴം കഴിക്കാൻ വിളിക്കുവാണ്. പക്ഷെ ബബിത വരാൻ കൂട്ടാക്കില്ല. ബാലേന്ദ്രൻ പറഞ്ഞു, വേണ്ടാത്തവരൊന്നും കഴിക്കണ്ട, അവിടെ ഇരുന്നോട്ടെ, ഇനി ആരും കഴിക്കാനൊന്നും വിളിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ ജോലിക്കാരെയൊന്നും നിർത്തിയിട്ടില്ല ആരും, അതുകൊണ്ട് നീ ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറയണം. അങ്ങനെ അലീനയും കൃഷ്ണമോളും ഒക്കെ കഴിക്കണം. പാതിരാത്രി കഴിഞ്ഞപ്പോൾ ബബിതയ്ക്ക് വിശന്നിട്ട് ഇരിക്കത്തില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, വേറെ നിവൃത്തിയൊന്നുമില്ലോ. താഴേക്ക് പോയി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടാ നാണക്കേടാണല്ലോ എന്ന് വിചാരിച്ച് ബബിത അങ്ങനെ അവിടെ തന്നെ ഇരുന്നു. ഇതേ സമയം മണിശങ്കർ അലീനയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് പിന്നെ മനുവേട്ട ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോൾ അങ്ങോട്ട് വന്ന് ചോദിച്ചു, ആരാന്ന് ചോദിക്കണം. മനുവേട്ടൻ അത്രേ, ഇങ്ങോട്ട് താട്ടെ, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അലീനയുടെ ചുരിദാറൊക്കെ കട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ടപ്പം മനുഷ്യൻ പറഞ്ഞു, ഓഹോ അപ്പം അങ്ങനെയാണല്ലേ, എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞല്ലോ അലീന ചേച്ചി അല്ലേ ആള്, അലീന ചേച്ചി പറയുന്നു മനുവേട്ടന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതെ, നീ അവളുടെയിലേക്ക് ഒന്ന് ഫോണും കൊടുക്കാൻ പറഞ്ഞു. പിന്നീട് അലീന ചോദിച്ചു, അതെന്താ ഞാൻ അന്യാണോ എന്ന് ചോദിച്ചു. എന്താ മനുവേട്ട, അല്ല അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ച.
പ്രത്യേകിച്ച് ഇവിടെ ഒരു സംഭവം ഇല്ലല്ലോ. എന്നിട്ടാണോ നിന്റെ ഡ്രസ്സൊക്കെ കട്ട് ചെയ്ത കാര്യം നീ പറയായിരുന്നു ബബിത? നിന്റെ ഡ്രസ്സൊക്കെ കട്ട് ചെയ്യുന്ന കൃഷ്ണമോള് പറഞ്ഞല്ലോ. അത് പിന്നെ മനുവേട്ട, വേണ്ട വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. നീ ആരെ അലീന നീ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നേ? ബബിതയോ? ഇത്രയൊക്കെ കാണിച്ചു കൂട്ടി അവൾ വെച്ചിട്ടും നിനക്ക് പിന്നെ നിനക്ക് അവളോട് സെന്റിമെന്റ്സ് ആണോ എന്ന് ചോദിച്ചോ? അങ്ങനെയൊന്നുമില്ല, അവളെന്റെ അനുജത്തിയല്ലേ. പിന്നെ ഒരനുജത്തി വന്നിരിക്കുന്നു, അവൾക്ക് നല്ല തല്ലിന്റെ കുറവാ. അങ്കിള് പറയുന്ന പോലെ ആ 2 തല്ല് കിട്ടുവാണെങ്കിൽ എല്ലാം ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞ് കുറെ ദേഷ്യപ്പെടുവാണ്. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷമാണ് മനുശങ്കർ ഫോൺ കട്ട് ചെയ്യുന്നത്. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ തിരക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകാമെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ നേരെ വൈജയുടെ അടുത്ത് ചെന്നു. വൈജയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഡിസ്ചാർജായി നീ എങ്ങോട്ട് പോകാനാ തീരുമാനിച്ചിരിക്കുന്നത്? കടപ്പാട്ടൂർ വീട്ടിലേക്കാണോ അതോ ഇനിയിപ്പോൾ കൊല്ലപ്പള്ളി വീട്ടിലേക്കാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു കടപ്പാട്ടൂർ വീട്ടിലേക്ക് ഞാൻ വരത്തില്ലെന്ന് ബാലേന്ദ്രനോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്നെ ഇനി അങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കണ്ട. എനിക്ക് പോകാൻ സ്ഥലമൊക്കെ ഉണ്ട്, എനിക്കെൻ്റെ വീടുണ്ടല്ലോ, കൊല്ലപ്പള്ളി വീട്, ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം, ഇനി ഞാൻ നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ വൈജയന്തി ഡിസ്ചാർജായി കൊല്ലപ്പള്ളി വീട്ടിലേക്ക് എന്നിട്ടാണെങ്കിൽ വൈജയന്തിക്ക് നല്ല ഇടിവെട്ട് പണി തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.